ലോക ജനത ഹൃദയത്തിൽ ഏറ്റുവാങ്ങിയ പ്രിയപ്പെട്ട ഫ്രാൻസിസ് മാർപ്പാപ്പ അദൃശ്യ സാന്നിധ്യമായി ഇനി നമുക്കൊപ്പം. സമീപകാലത്ത് ലോകം കണ്ട ഏറ്റവും വലിയ യാത്രാമൊഴിയാണ് പാപ്പായ്ക്ക് ലഭിച്ചത്. ഓട്ടം പൂർത്തിയാക്കി തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട റോമിലെ സെന്റ് മേരി മേജർ ബസിലിക്കയിൽ പ്രത്യാശയുടെ തീർത്ഥാടകൻ നിത്യത പുൽകി. അതും പാപ്പായുടെ ആഗ്രഹപ്രകാരം. സെന്റ് മേരി മേജർ ബസിലിക്കയിൽ മാതാവിന്റെ അത്ഭുത ഐക്കൺ ചിത്രമായ സാലൂസ് പോപ്പുലി റൊമാനി സ്ഥിതി ചെയ്യുന്ന വിശുദ്ധ പൗലോസിന്റെ ചാപ്പലിനും സ്ഫോർസ ചാപ്പലിനും നടുവിലുള്ള ഇടുങ്ങിയ സ്ഥലത്താണ് ഫ്രാൻസിസ് പാപ്പയെ അടക്കം ചെയ്ത കല്ലറ. ഇത് വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ നാമധേയത്തിലുള്ള അൾത്താരയ്ക്ക് സമീപമാണെന്നത് മറ്റൊരു പ്രത്യേകതയാണ്. കബറടക്ക ശുശ്രൂഷയിൽ തെരഞ്ഞെടുക്കപ്പെട്ട കർദിനാൾമാരടക്കം 50 പേർക്കായിരുന്നു പ്രവേശനം. ഫ്രാൻസിസ് പാപ്പായുടെ ആഗ്രഹപ്രകാരം കല്ലറയിൽ അലങ്കാരങ്ങളും മറ്റ് എഴുത്തുകളുമില്ല. അലങ്കാരപ്പണികൾ കൂടാതെയുള്ള മാർബിൾ കഷ്ണത്തിൽ ഫ്രാൻസിസ്കൂസ് എന്ന ലത്തീൻ ഭാഷയിലുള്ള പേര് മാത്രമേ ആലേഖനം ചെയ്തിട്ടുള്ളൂ. ഔദ്യോഗിക മാലയിലെ കുരിശും മാർബിളിൽ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. കല്ലറ നിർമ്മിക്കുവാൻ ഉപയോഗിച്ച മാർബിൾ പാപ്പയുടെ മുത്തച്ഛന്റെ നാടായ ലിഗുരിയയിൽ നിന്നുമാണ് എത്തിച്ചത്. മുത്തച്ഛന്റെ നാടായ ലിഗൂറിയയിലെ കല്ലുകൊണ്ട് നിർമ്മിച്ച ഒരു ശവകുടീരത്തിൽ തന്നെ അടക്കം ചെയ്യണമെന്ന ആഗ്രഹം ഫ്രാൻസിസ് പാപ്പ കർദിനാൾ റോളണ്ടാസ് മാക്രിക്കാസിനെ നേരത്തെ അറിയിച്ചിരുന്നു. ജീവിതകാലത്ത് എളിമയും ലാളിത്യവും കാത്തുസൂക്ഷിച്ച ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ മടക്കയാത്രയും ലാളിത്യത്തിന്റെ സന്ദേശം അന്വർത്ഥമാക്കുന്നതായിരുന്നു. ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 1:30 വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് ചത്വരത്തിൽ മൃതസംസ്കാര ശുശ്രൂഷകൾ ആരംഭിച്ചത്. മാർപ്പാപ്പമാരുടെ മരണാനന്തര നടപടികളുടെ ക്രമം കഴിഞ്ഞ നവംബറിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ പരിഷ്കരിച്ച് കൂടുതൽ ലളിതമാക്കിയിരുന്നു. അതിനാൽ സാധാരണ പാപ്പമാരുടെ സംസ്കാര ചടങ്ങിനേക്കാൾ ദൈർഘ്യം കുറഞ്ഞതും ലളിതവുമായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ മൃതസംസ്കാര ശുശ്രൂഷ. സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ പ്രാർത്ഥനയോടും വിശുദ്ധ കുർബാനയോടും ആരംഭിച്ച സംസ്കാര ശുശ്രൂഷയുടെ മധ്യേ കർദിനാൾ സംഘത്തലവൻ കർദിനാൾ ജോവാന ബാത്തിസ്ത റേ വചന സന്ദേശം നൽകി. സംസ്കാര ശുശ്രൂഷകളിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയും ഇന്ത്യൻ രാഷ്ട്രപതി ദ്രൗപദി മുർമുവും അടക്കം 130 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധി സംഘം പങ്കാളികളായി. സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിലെ പ്രാർത്ഥനകൾക്ക് ശേഷം 4 കിലോമീറ്റർ അകലെയുള്ള സെന്റ് മേരി മേജർ ബസിലിക്കയിലെത്തിച്ച് സംസ്കാര ശുശ്രൂഷകൾ പൂർത്തിയാക്കി ഭൗതികദേഹം കബറടക്കുകയായിരുന്നു. വത്തിക്കാനിലെ ചടങ്ങുകൾക്ക് ജനലക്ഷങ്ങളാണ് സാക്ഷ്യം വഹിച്ചത്. ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് ഒഴുകിയെത്തിയ ലക്ഷക്കണക്കിന് ആളുകൾ ബുധനാഴ്ച മുതൽ വെള്ളിയാഴ്ച അർദ്ധരാത്രി വരെ പ്രിയപ്പെട്ട പാപ്പായ്ക്ക് അന്ത്യാഞ്ജലി അർപ്പിച്ചു. വെള്ളിയാഴ്ച അർദ്ധരാത്രിയാണ് മാർപ്പാപ്പയുടെ മൃതശരീര പേടകം പൂട്ടി മുദ്രവെച്ചത്.